ഇത് ഏതാമനാ ഇവിടെയെല്ലാം പോയിക്കുന്നത് പ്രവർത്തിക്കുന്ന മണമല്ല. ഇത് അല്ലെങ്കിൽ ഇവിടെ പൊതുസ്ഥലത്ത് തീ കത്തിക്കാൻ പറ്റിയല്ലോ. ഇവിടെ നോക്കാനൊന്നും ആളില്ലേ? ഇതാണോ സ്വർഗം? പരിചയമുള്ള ആരെയും കാണുന്നുമില്ലല്ലോ. നീ എനിക്കാരും വഴി തെറ്റിയോ? അതൊരു പെണ്ണുപിള്ളയാണല്ലോ, ചോദിച്ചു നോക്കാം. പെണ്ണുപിള്ള ഓയ്, ഇവിടെ വരുമ്പോൾ അങ്ങനെ വിളിക്കാവോ? അല്ലേ ചേച്ചിന്ന് വിളിച്ചേക്കാം. ചേച്ചിയെ, സ്വർഗത്തിലോട്ടുള്ള വഴി ഏതാ? അപ്പൊ നീയായിരുന്നു തീരുമാനിച്ചോ? ഓ, ഇപ്പോഴൊരു ആശ്വാസമായത്. യോഗം നോക്കിക്കുന്നത് നീ. അവൻ സ്വർഗത്തിലോട്ട് പോയോ? വന്ന വഴിക്കൊക്കെ ഞാൻ അവരെ നോക്കിയായിരുന്നു. നീയെ കൊണ്ടുപോയില്ലേ? ജോസും തൊമ്മിക്കുഞ്ഞ് ഇന്റർവ്യൂവിന് പോയതാ. ഇവിടെ ഒക്കെ ഉണ്ടോ? എഴുത്ത് പരീക്ഷ ഇല്ലേ? ഇന്റർവ്യൂ ഉള്ളോ? ഷോ, പാർട്ടിക്കാരുടെ കയ്യിൽ നിന്ന് ഒരു എഴുത്തോളം പഠിച്ചിട്ട് വരാൻ. അങ്ങോട്ട് ചെന്നെച്ചാൽ മതി. ആരാ ഏതാണെന്ന് നമുക്കറിയത്തില്ല, നമുക്ക് കാണത്തുമില്ല. ചോദ്യം ചോദിക്കാതെ തന്നെ നമ്മൾ ഉത്തരങ്ങൾ പറയും. അത്രേ ഉള്ളൂ. ഈ എന്നേ പുല്ല് പോലെ കിടന്നു. എന്റെ ചേട്ടൻ ഭൂമി കിടന്ന് കാണിച്ച വിളച്ചിലൊന്നും ഇവിടെ നടക്കുകയല്ല. തങ്കച്ചാ, ഇതെപ്പം വന്നു? നിങ്ങളെ കണ്ടില്ലല്ലോ. ഞാൻ തൊപ്പിക്കുഞ്ഞോടൊപ്പം പറഞ്ഞതേ. നിങ്ങൾ എന്നെ താമസിച്ച് 2 ആഴ്ച മുമ്പേ തട്ടിപ്പോയതാണല്ലോ. നിങ്ങൾ ഈ വിവരങ്ങളെല്ലാം അറിയുന്നല്ലേ? അത് ആരെ വിളിച്ചു പറയുന്നത്? ഇതാരും വിളിച്ചു പറയുകയൊന്നും വേണ്ട. ഇങ്ങനെ താഴോട്ട് നോക്കിയാൽ മതി. അത് പറയാമല്ലോ, എല്ലാം കാണാമല്ലോ. അത് മെമ്പർ നടത്തിയതേ. അവിടെ നിന്നിനാ വായി ഇങ്ങോട്ട് പോന്നു. ഒരിടത്ത് ഒറ്റയ്ക്ക് പോകാനാണ്. വേണ്ടേ, ഞാൻ പിക്സെടുത്ത് പൈസ എടുത്തോണ്ട് പോന്നു. ചാദിച്ചു ഭയങ്കരി. ഞാൻ ഉലന്തിച്ചുണ്ടാക്കി പൈസയാ. അത് മുഴുവൻ അവള് സ്വർണം പിടിക്കും. അവിടെ ഇന്ന് ഞാൻ സമ്മതിക്കരടി. ആരാണ് കിടന്ന് വേണം വെക്കുന്നേ? മിണ്ടരുത്. അയാളുടെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അയ്യോ, അയാൾ വരുന്നുണ്ടോ? വെള്ളസാരി എടുക്കാത്ത എന്നെ ഇന്നലെ പിടിച്ചതാ. ഞാൻ വെള്ളസാരി മേടിച്ചോണ്ട് വരട്ടെ. ആരാ ഇവിടെ കിടന്ന് വേണം വെക്കുന്നേ? ഇത് ഭൂമിയല്ല, ഇത് നമ്മുടെ കറിയാത്തല്ലേ. നീ ഇവിടെ വന്ന് വലിയ പുള്ളിയായില്ലേ? നീ ഇവിടെ വളരെ നന്നായി. ഞാനും ഒന്നും പഠിക്കണ്ട. ഇത് നമ്മുടെ സ്വന്തം കക്ഷിയാ. എല്ലാം ഞാൻ നോക്കിയോളാം. അതെ, ഇത് കേരളമല്ല സാധനിച്ച് കാര്യങ്ങൾ നടത്താൻ. ഇതേ കറിയാച്ചനല്ലേ? കണ്ണാടി എടുക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ആ നാട്ടിലെ സ്വഭാവം ഇവിടെ എടുക്കരുത്, പണി കിട്ടും. ഇതെല്ലാം നിങ്ങളുടെ വെറും തോന്നല. നീ ചുമ്മാരിടാ. നമ്മളേ കൂലി കൊടുത്താണല്ലോ അവന്മാർ നമ്മുടെ തലക്കറി നിരങ്ങും. അതെ, കിട്ടാനുള്ളത് കിട്ടി കഴിയുമ്പോൾ മനസ്സിലാക്കിക്കോളും. ആട്ടെ, ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാ? എല്ലാം ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു. ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട, ഉത്തരങ്ങൾ മാത്രം മതി. നിങ്ങൾ എന്താ താമസിച്ചത്? മരിച്ചിട്ട് 2 ആഴ്ചയായല്ലോ. എവിടെയെങ്കിലും കറങ്ങാൻ പോയിരുന്നോ? അവന്മാർ കട്ടിലേ നിന്നൊന്ന് ഇറക്കി വിടണ്ടേ? 2 ആഴ്ച എന്നെ വെന്റിലേറ്ററിൽ കിടന്നത്. ചെറുക്കൻ UK പോയി ഉണ്ടാക്കിയ കാശ് മുഴുവൻ തീർന്നു. ഖജനാവ് കാലിയായെന്ന് കണ്ടപ്പോഴവന്മാർ നമ്മുടെ കാലിൽ നിന്ന് കുഴി കുഴി. അവര് വള്ളി എപ്പോഴെങ്കിലും ഊരട്ടെ. നിങ്ങൾക്ക് നേരത്തെ പോരാൻ മേലായിരുന്നോ? അതിങ്ങനെ ആശുപത്രിക്കാർ പിന്നെ കാലനക്കി കൈ അനക്കി എന്നൊക്കെ ചെന്ന് ചെറുക്കനോട് പുറത്തു പോയി പറഞ്ഞു കേട്ടപ്പോൾ ഞാനും ഓർത്തു എന്നിട്ട് പോരാമായിരിക്കും. നിങ്ങൾ പലരിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ട്, അതൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. അത് അവരിലേക്ക് തന്നെ തിരിച്ചു ചെല്ലാൻ വേണ്ടിയിട്ടാണ് 2 ആഴ്ച കിടക്കേണ്ടി വന്നത്. ഞാനൊരുത്തരൊന്നും കൊടുക്കാനില്ല. ഇയാളെ കൊണ്ടേ പോക്കലിൽ കൊണ്ടേട്, പാപബോധം വരട്ടെ. ഒരുത്തരും എന്നെ തൊഴിയല്ല. ഞാനേ മാടമരത്തങ്ങനാ. എന്ന് അകച്ചാ നിങ്ങൾ ആ തള്ളം നിർത്ത്. അതൊക്കെ ഭൂമിയിൽ ഇവിടെ ഈ പറഞ്ഞ പണിയൊന്നും നടക്കുകയല്ല. ജോസേ, പോക്കറ്റിൽ കയറി കഴിയുമ്പോൾ എല്ലാം മനസ്സിലാവും. ഒന്ന് കയറിയിട്ട് വരട്ടെ. ഞാനും ഒരു പോക്കറ്റിലേക്കും ഇല്ല. തൻ്റെ കൂടെ വരട്ടെ, ഒന്ന് കാണട്ടെ. ജോസേ, തങ്കച്ചമ്പാണി മേടിക്കും. ആരും വേണ്ട, നിങ്ങൾ തന്നെ പോകും. ആരെ എന്നെ ഭരിക്കുന്ന? എന്നെ ഭരിക്കരുത്. ഇപ്പൊ മനസ്സിലായോ? എത്തിയോ? എന്റെ ജോസേ, കാണിച്ച പോക്കരുത്തിറങ്ങുന്നെല്ലാം ഉണ്ടല്ലോ, കുന്തം പോലെ ഈ ചകിട്ട് വന്നു കൊണ്ടത്. നാട്ടിൽക്കുരിയെ പെറുപ്പേരം കാണിച്ച് നടന്നപ്പോ ഓർക്കണമായിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് വെല്ലിച്ച് നിൽക്കുക. അവര് വെറുതെ വിടുവോ? ഇതാരാടോ ഇവിടുത്തെ നടത്തിപ്പുകാര്? ഒരു പിടുത്തവും ആ പാടെ ആ ബുക്കുമായിട്ട് നടക്കുന്ന വ്യക്തിയെ മാത്രം കാണാം. അവൻ കറിയാച്ചൻ തന്നെയാ, പക്ഷേ അവൻ ആരും ഞാൻ മട്ട് കാണിക്കുന്നു. നിങ്ങൾ ചുമ്മാ മണ്ടത്തരം വിളമ്പാതെ. എല്ലാം നിങ്ങളുടെ തോന്നല. കിട്ടിയത് പോരെ. ഇവിടെ അടുത്തെങ്ങാനുവേ വല്ല ചായക്കട ഉണ്ടോ? ഒരു ചായ കുടിച്ച് വർത്താനം പറഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ആ ഭൂമിയിലെ കെട്ട് ഇതുവരെ വിട്ടിട്ടില്ല. തൊമ്മിക്കുഞ്ഞേ, നീ വലിയ ഷെപ്പല്ലേ? നമുക്കിവിടെ ഒരു ഓർഡർ ഇടാട്ടോ, വരുമാനവും കിട്ടും, നമ്മുടെ വിശപ്പും മാറും. ഇതേ ജോസ് പറഞ്ഞാലെ ഭൂമിയിലെ കെട്ടുവിടാത്തതാ. കുഴപ്പമില്ല, 2 ദിവസം കൊണ്ട് മാറിക്കോളും. ഞാനും വന്നപ്പോഴേ ഷെഫാന്നും പറഞ്ഞ് അടുക്കള അന്വേഷിച്ച് നടന്നതാ. എന്നിട്ട് എന്നാ പണി കിട്ടിയില്ലേ? അവര് പുറത്തുനിന്ന് ആളെ എടുക്കുകയില്ലേ? ജോസേ, ഒന്ന് പറഞ്ഞോട്, ഞെട്ടട്ടെ. അകച്ചാ, ഭക്ഷണം വല്ലതും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോരെ അടുക്കള. അതെന്നാ 4 നേരവും പാഴ്സൽ വരുത്തുകയാണോ? അങ്ങനെയാണേ ഉണ്ടല്ലോ, എനിക്ക് 2 പാഴ്സൽ വേണം. അയാൾ സമ്മതിക്കാമല്ലോ. ഇവിടെ ഭക്ഷണമൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പുക വലിച്ചു കയറ്റിക്കണം. ഈ പുക വലിക്കാൻ എനിക്കിനെ പറ്റിയല്ല. അയ്യോ, പറഞ്ഞപ്പോഴാ ഓർത്ത്. ഇത്തിരി പുക വലിച്ചേക്കാം. ജോസേ, ആട്ടുസൂപ്പിന്റെ ടേസ്റ്റ് ആണല്ലോ. ഇതിപ്പോ ഉച്ചയായിട്ടായിരിക്കും. രാവിലെ ഞാൻ എടുത്തപ്പോഴേ അല്ല കപ്പ് കഴിച്ച മീൻകറിയുടെയും സ്വാദായിരുന്നു. ഇന്നലെ വൈകിട്ടത്തേനാണ് ബിരിയാണിയുടെ ആയിരുന്നു.
ഇതിനേതൊരു കാര്യം ചോദിച്ചോ അതെ, നിങ്ങൾ ഈ വെറുപ്പോടെ നോക്കിയിട്ടാ സന്തോഷത്തോടെ അത് വലിച്ചത്, എങ്കിലേ നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. തകച്ചാ അങ്ങോട്ട് നോക്കിയേ, അവിടെ നിങ്ങളുടെ സ്ഥലമെല്ലാം ചെറുക്കൻ അളപ്പിക്കുന്നു. വിൽക്കാനുള്ള പരിപാടിയാട്ടോ, അളവുകാരനൊക്കെ എനിക്കറിയാവുന്നതാ. അവൻ എന്നെ പരിപാടിയാ? കച്ചവടമാണോ? അവൻ പറഞ്ഞു കേട്ടില്ലേ, വിൽക്കാനുള്ള പരിപാടിയാ. അപ്പനെ ചികിത്സിച്ച് അവന്റെ പൈസ എല്ലാം തീർന്നു. അവയെല്ലാം വിറ്റ് പെറുക്കി UK പോകാനുള്ള പരിപാടിയാ. മഹാഭാവി, ഞാൻ പറ്റിക്ക് ഒടുതിക്ക് ഉണ്ടാക്കിയതല്ല, നീ വീട്ടിൽ തൊലക്കുകയാണോടാ? ഇങ്ങേര് വന്നത് നമുക്ക് പണിയാവുന്ന തോന്നേ. അതിനാ ഇയാള് ഭൂമിയിൽ നമുക്കിട്ട് പണിയായിരുന്നു, ഇവിടെ വന്നിട്ടും അത് തന്നെയാണോ പരിപാടി? ഇങ്ങനെ കയറിയ ചിറങ്ങിയപ്പം പോപ്പട്ടിലും കേടായെന്ന്. അയ്യോ, അയാൾ വരുന്നുണ്ട്. ഇന്ന് ഞാൻ വെള്ളസാരി മേടിച്ചില്ല, ഇന്നെന്നെ പിടിക്കും. നിങ്ങളോട് വെള്ളസാരി ഉടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ വെള്ളസാരിയാണ് യൂണിഫോം. സാരി മേടിച്ചു, അതെ, അരി കടിക്കാൻ കൊടുത്തേക്കുക, കിട്ടുമ്പോഴേ മേടിച്ചു കൊടുത്തോളാം. അപ്പം മാതാമ്മോരും വെള്ളസരിയാണോ കൊടുക്കുന്നത്? താൻ ഇവിടെ ഉണ്ടായിരുന്നോ? താനൊരു പ്രശ്നക്കാരനാണല്ലോ. ഇയാളെ ശരിയാക്കി എടുക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇവിടുന്ന് കയറിപ്പോകാൻ പറ്റൂ. എല്ലാം പറഞ്ഞു തീർക്കണം. തുടങ്ങിക്കും. എടാ ജോബേ, ഇത് ഞാനാടാ, താങ്കൻ. നമ്മൾ ഭൂമിയിൽ ഒറ്റ കൈയായിരുന്നു. ഭൂമിയിൽ വെച്ച് ഞങ്ങളോട് കാണിച്ച ഭൂകൃത്തരങ്ങളല്ല ഇവിടെ വന്നപ്പോഴല്ല ഞങ്ങൾ അറിയുന്നത്. അതിനൊക്കെ ഇപ്പൊ സമാധാനം പറയണം. താൻ ആൾ കൊള്ളാമല്ലോടോ. അയ്യോ, എനിക്ക് ചില അബദ്ധങ്ങൾ പറ്റി, ക്ഷമിക്കണം. ഞാനും അപ്പുറത്തെ അമ്മണിയായിട്ട് ടിക്കിളിയാണെന്ന് നിങ്ങളല്ലേ നാട് പറഞ്ഞു വരുത്തിയത്. ക്രിസ്മസിനെ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയില് നിങ്ങൾ ഉപ്പ് വാരിയിട്ടില്ലേ? ഫ്രിഡ്ജിലെ ഞാൻ വെച്ച കേക്ക് നിങ്ങൾ തട്ടോണ്ട് പോയില്ലേ? ഇതെല്ലാം ഇവിടെ ഉള്ളവന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നോ? തീർന്നിട്ടില്ല. കടുകണ പറിക്കാൻ പന കയറി ഞാൻ താഴെ വീണപ്പോൾ ഉണ്ടായത് ആ മുട്ടുവേദന നിങ്ങൾ എല്ലാവരോടും പറഞ്ഞില്ലേ? എനിക്ക് ഷെഫിന്റെ പണിയല്ല, അറബിയുടെ ഒട്ടകത്തെ കറക്കുകയെന്ന് നിങ്ങൾ നാട്ടിൽ പറഞ്ഞു വരുത്തിയില്ലേ? ഞാനേ ജോസിനെ വെച്ചിരുന്ന ബൂസ്റ്റ് കലക്കിയ പാല് നിങ്ങളെടുത്ത് കുടിച്ചില്ലേ? പറ്റിപ്പോയതാണേ. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ, അങ്ങനെയൊക്കെ പറ്റിപ്പോയേ, എന്നോട് ക്ഷമിക്കണേ. എന്റെ അമ്മോ, അയ്യോ, ക്ഷമിക്കണേ. തകച്ചാ അന്നച്ചാ തകച്ചാ അച്ഛാ, അച്ഛാ, എന്റെ പൊന്നടാവേ ക്ഷമിക്കണം, അതിന് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. എന്റെ പൊന്നടാവേ. ഇതൊക്കെ എന്നാ പറ്റി? ഉറക്കം വരുന്നു പറഞ്ഞ് കിടന്നേച്ച് പിന്നെ എന്നാ കാർച്ചയായിരുന്നു? എന്നാ പറ്റിയേ? എന്നാ കാർച്ചയായിരുന്നു? ഞങ്ങൾ നേരത്തെ ആരോട് കൊങ്ങയ്ക്ക് പിടിച്ചിരുന്നു. ചേട്ടൻ വല്ല സ്വപ്നവും കണ്ടതാണോ? കുറച്ച് മുമ്പ് നീ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എന്നാ പറഞ്ഞെന്ന്? നിലവിളി കേട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പുറത്ത് ഞാൻ തുണി അലക്കുമായിരുന്നു. പുക എന്തി മൊത്തം പുകയായിരുന്നല്ലോ. ജോസേ, ഇത് നമ്മൾ അറിയാതെ ഏതാണ്ട് പുകയെടുത്തതാ. നിങ്ങൾ പകല് കിടന്നുറങ്ങുകയും ചെയ്യേ, ഞാനൊരു സ്വപ്നം കണ്ടതാ. സ്വപ്നമായിരുന്നില്ല. ചിലപ്പോഴേ സ്വപ്നം മുന്നറിയിപ്പായിട്ടും വരുവാ ജോസേ. ഞാൻ വീട്ടിലോട്ടൊന്ന് ചെല്ലട്ടെ. നില്ല തനിക്ക് വെളി വന്നിട്ട് പോകാം. തനിക്ക് ഇപ്പോഴാണ് ജോസേ വെളി വന്ന് ചെന്നിട്ട് ഒത്തിരി പണിയുണ്ട്. ബാങ്കിലേ നോമിനി വായിക, അത് മാറ്റണം. സ്ഥലമല്ല, ചെറുക്കന് വിൽപ്പനയില്ലായിരുന്നു, അതും മാറ്റണം. നാളെ ഒരു പരിപാടി പിടിച്ചേക്കരുത്. നാളത്തെ ഫുൾ ചെലവ് എൻ്റെയാ. നമുക്ക് ഭാഗവണ്ണൊന്ന് പോന്നു, ഫുള്ളായിട്ട് അടിച്ചു പൊളിക്കുന്നു. ഇനി ഏലുവേ എനിക്കൊന്ന് ജീവിക്കണം. ഒരു സ്വപ്നം കണ്ടോട് മനസ്സിലാക്കി ഇതുപോലെ മാറ്റം വരുമോ? എന്തെങ്കിലും ആവട്ടെ, നമ്മൾ നാളെ വാഗമണ്ണിലേക്ക്. ആ എന്നാ അങ്ങനെ തന്നെ.